അടുത്തത് ടു ഫേസ് ലോഗിൻ പ്രോട്ടോകോൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കുക. അതായത് ഞാൻ ജസ്റ്റ് ഇതിൽ എന്താണെന്നുള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ടു ഫേസ് പ്രോട്ടോകോളിൽ ഓൾറെഡി 2 ഫേസ് ആണുള്ളത്. ഒന്ന് ഗ്രോയിങ് ഫേസും ഒന്ന് സ്ട്രിങ്കിങ് ഫേസും. ഗ്രോയിങ് ഫേസ് എന്ന് വെച്ചാൽ ലോക്സ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫേസ് ആണ്. അതായത് ഗ്രോയിങ് ഫേസിൽ നമുക്ക് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഗ്രോയിങ് ഫേസിൽ ഇങ്ങനെ ഇപ്പോൾ ഇതൊരു ഗ്രാഫാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രോയിങ് ഫേസ് ആയിരിക്കും. അതിൽ നമുക്ക് ലോക്സ് കിട്ടും. ഇവിടെ ആക്റ്റീവ് ലോക്സ് കാണും ഇത് രണ്ടിലും. ഇത് സ്ട്രിങ്കിങ് ഫേസ് ആയിരിക്കും. ലോക്സിനെ അൺലോക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. സ്ട്രിങ്കിങ് ഫേസ് എന്ന് പറഞ്ഞാൽ അൺലോക്ക് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന സ്ഥലമാണ് സ്ട്രിങ്കിങ് ഫേസ്. ഇത് സ്ട്രിങ്കിങ് ഫേസ്, ഇത് ഗ്രോയിങ് ഫേസ്. ഇത് ലോക്ക്ഡ് ആണ്. ഇവിടെ ഒരു ലോക്ക് പോയിന്റ്, ഇതാണ് ലോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഗ്രോയിങ് ഫേസും അത് കഴിഞ്ഞാൽ സ്ട്രിങ്കിങ് ഫേസും ആയിരിക്കും. ഓക്കെ, അപ്പം ആദ്യം വരുന്നത് കൺസർവേറ്റീവ് ടു ഫേസ് ലോക്കിംഗ് ആണ്. കൺസർവേറ്റീവ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ലോക്സ് വേണം എന്നുള്ളത് എക്സിക്യൂഷന് മുമ്പ് തന്നെ പറയും. അതായത് ഏതൊക്കെ ലോക്സ് വേണം, എന്തൊക്കെ വേണം എന്നുള്ളത് എക്സിക്യൂഷന് മുമ്പ് തന്നെ നമ്മൾ പറയും. ഇപ്പം ഒരു L1 ഒരു ലോക്ക് എ, പിന്നെ എന്താ പറയുക റീഡ് ഓപ്പറേഷൻ, പിന്നെ റൈറ്റ് ഓപ്പറേഷൻ. അങ്ങനെ ആദ്യം തന്നെ എന്തായിരിക്കും ഏതൊക്കെ ലോക്ക് വേണമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറയും. ഇഫ് എല്ലാ ലോക്സും അവൈലബിൾ ആണെങ്കിൽ മാത്രം, അതായത് എല്ലാ ലോക്സും അവൈലബിൾ ആണ്, ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ലോക്സ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ലോക്സ് അവൈലബിൾ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇതിന്റെ അഡ്വാൻറ്റേജ്, ഈ കൺസർവേറ്റീവിന്റെ അഡ്വാൻറ്റേജ് ഓർത്ത് വയ്ക്കുക. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് ഫ്രീ ആയിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ഡെഡ് ലോക്ക് ഫ്രീ ആയിരിക്കും. അതായത് ഡെഡ് ലോക്ക് ഫ്രീ എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷനും എന്നുവെച്ചാൽ ലോക്സിനൊന്നും ഹോൾഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൺകറൻസി, റെഡ്യൂസ്ഡ് കൺകറൻസിയും ലോങ്ങർ വെയിറ്റിംഗ് ടൈം ആയിരിക്കും. റെഡ്യൂസ്ഡ് കൺകറൻസിയും ലോങ്ങർ വെയിറ്റിംഗ് ടൈം ആയിരിക്കും ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ്. കൺസർവേറ്റീവിന്റെ ഡിസ്അഡ്വാൻറ്റേജ് റെഡ്യൂസ്ഡ് കൺകറൻസി, ലോങ്ങർ വെയിറ്റിംഗ് ടൈം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഐ തിങ്ക് 2024 ആണെന്ന് തോന്നുന്നു കേട്ടോ. നെക്സ്റ്റ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോഗിൻ പ്രോട്ടോകോൾ. ഇത് നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ ടു ഫേസ് പ്രോട്ടോകോളിന്റെ റൂൾ തന്നെയായിരിക്കും. ഗ്രോയിങ് സ്ട്രിങ്ങിങ് ഫേസ് കാണും. പിന്നെ കമ്മിറ്റ് അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലോക്സിനെയൊക്കെ അത് ഹോൾഡ് ചെയ്യും. അത് ലോക്സ് ഇത് കഴിഞ്ഞാൽ മാത്രമേ കമ്മിറ്റ് അബോർട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോക്സിനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മിറ്റും അബോർട്ടും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോക്സിനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതിനകത്ത്? സ്ട്രിക്റ്റിനകത്ത്. കമ്മിറ്റും അബോർട്ടും കഴിഞ്ഞാൽ മാത്രമേ. അണ്ടിൽ കമ്മിറ്റ് exclusive locks cannot be released until commit or abort. Okay, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? കോൺഫ്ലിക്ട് സീരിയബിലിറ്റിയും റിക്കവറബിലിറ്റി ആണ് അഡ്വാൻറ്റേജ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഡെഡ് ലോക്ക് ഒക്വർ ചെയ്യാം. അത് സ്ട്രിക്റ്റ് ടു ഫേസ് പ്രോട്ടോകോൾ ഡെഡ് ലോക്ക് ഫ്രീ ആണെന്നല്ല, ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. എന്താ? ട്രാൻസാക്ഷന് ലോക്സിനെ ഹോൾഡ് ചെയ്യും, പിന്നെ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. മറ്റേതിനകത്ത് കൺസർവേറ്റീവിനകത്ത് വെയിറ്റ് ചെയ്യുന്നില്ലെന്നാ പറഞ്ഞു. ഇത് വെയിറ്റ് ചെയ്യും. എന്തിനാ? മറ്റ് ട്രാൻസാക്ഷനകത്തുള്ള ലോക്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് കൊണ്ട് ഇത് ഡെഡ് ലോക്ക് ഫ്രീ അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സീരിയൽ ഷെഡ്യൂൾ? Why are serial schedule unacceptable in practice? സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുക. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? പാരലൽ ആയിട്ട് തന്നെ മീൻസ് ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ അറ്റ് എ ടൈം നടക്കുന്നതിനാണ് പാരലൽ ഷെഡ്യൂൾ എന്ന് പറയുക. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ where ഈ ട്രാൻസാക്ഷൻ are executed one after other without any interleaving of their operations. ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അടുത്തത് നടക്കുന്നതിനെയാണ് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുക. അപ്പം ഇപ്പൊ T1 കഴിഞ്ഞു, പിന്നെ T2, അല്ലെങ്കിൽ T2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായി കഴിഞ്ഞു കഴിഞ്ഞാൽ T1, അങ്ങനെ. എക്സാമ്പിൾ ഷെഡ്യൂൾ T1 ആഫ്റ്റർ T2, ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ T2 കഴിഞ്ഞാൽ T1. അതാണ് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുക.
പിന്നെ സീരിയസ് ഷെഡ്യൂൾ പ്രാക്ടിക്കലി അൺഅക്സെപ്റ്റബിൾ ആവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് അതിന്റെ പുവർ പെർഫോമൻസ് നമുക്കറിയാം ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ട്രാൻസാക്ഷൻ നടത്താൻ പറ്റൂ. അപ്പോൾ സ്ലോ ആയിരിക്കും ഓവറോൾ പെർഫോമൻസും ഔട്ട്പുട്ടും ഒക്കെ സ്ലോ ആയിരിക്കും. പിന്നെ കൺകറൻസി റെഡ്യൂസ്ഡ് കൺകറൻസി, പാരലലിസം ഒന്നും ഇല്ലല്ലോ. അപ്പം CPU ഒന്നും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരിക്കും. CPU, മെമ്മറി, ഇൻപുട്ട് ബേസ് ഒന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പാരലായിട്ട് ചെയ്താൽ ഇപ്പൊ പ്രിന്റിങ് നടക്കുന്നു, കീബോർഡിൽ എൻട്രി നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെ വന്നാലേ നമുക്ക് പാരലായിട്ട് യൂസേജ് വരുള്ളൂ. അപ്പോൾ ഹാർഡ്വെയർ യൂസേജ് ഒക്കെ കുറവായിരിക്കും. പിന്നെ വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പോലെ ഓരോന്നും ചെയ്ത് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ഓർത്താൽ മതി, ഇപ്പൊ ക്യൂ നിൽക്കുമ്പോൾ ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5-6 ക്യൂ പാരലായിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തീരും, അത് ഓർത്താൽ മതി. പിന്നെ റിസോഴ്സസുകൾ ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത differentiate among recoverable, cascading, rollback and strict schedule with suitable example. Recoverable schedule എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഒരു വാല്യൂവിനെ റീഡ് ചെയ്യുക, വേറൊരു ട്രാൻസാക്ഷൻ റിട്ടേൺ ചെയ്ത ഒരു വാല്യൂവിനെ വേറൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റ് വരെ അത് വെയിറ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഇവിടെ നോക്ക്, എക്സാമ്പിൾ നോക്ക്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു T1 റൈറ്റ് ചെയ്തു എക്സിനെ, അതിനുശേഷമാണ് T2 റീഡ് ചെയ്യുന്നത് എക്സിനെ. എന്നിട്ട് T1 കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ T2 കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അതാ പറഞ്ഞത്, if a transaction that reads a data item written by another transaction, T1 റൈറ്റ് ചെയ്തതാണ് T2 റീഡ് ചെയ്യുന്നത്. എന്നിട്ട് T1 കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ T2 കമ്മിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതാണ് റിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. റിക്കവറബിൾ ഷെഡ്യൂൾ. ഓക്കെ, ഇൻകൺസിസ്റ്റൻസി ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഇവിടെ ഇൻകൺസിസ്റ്റൻസി ഒന്നും. അടുത്തത് കാസ്കേഡിംഗ് റോൾ ബാക്ക്. കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നത് ചോദിച്ചാൽ, എ ഷെഡ്യൂൾ വേർ എ ട്രാൻസാക്ഷൻ റീഡ്സ് എ ഡേറ്റ ഐറ്റം റിട്ടേൺ ബൈ അനദർ അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ. ഇവിടെ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ, T1 കമ്മിറ്റ് ചെയ്തല്ലോ, ഇത് കമ്മിറ്റ് ചെയ്യാതെ റീഡ് ചെയ്യുന്നതിനാണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ നോക്ക്, T1 റൈറ്റ് ചെയ്തു, T2 റൈറ്റ് ചെയ്തു, റീഡ് ചെയ്തു, T1 അബോർട്ട് ചെയ്തു. അപ്പം T2 T1 റൈറ്റ് ചെയ്തു, T2 റീഡ് ചെയ്തു, അപ്പൊ T1 അബോർട്ട് ചെയ്തു. അപ്പൊ T1 കമ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ T1 അബോർട്ട് ചെയ്യുമ്പോൾ T2 റോൾ ബാക്ക് ചെയ്യണം. കാരണം ഇൻവാലിഡ് ഡേറ്റ ആണ് യൂസ് ചെയ്യുന്നുണ്ട്. T2 റോൾ ബാക്ക് ചെയ്യണം. അപ്പൊ അതാണ് കാസ്കേഡിംഗ് റോൾ ബാക്ക്. അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷനിൽ റോൾ ബാക്ക് നടത്തുന്നതാണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുക. അടുത്ത സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് can neither read nor write a data item until the last transaction that wrote to that item has either committed or aborted. എന്നുവെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റൈറ്റ് ചെയ്തു, അത് കമ്മിറ്റ് ചെയ്യാതെ മറ്റൊരു ട്രാൻസാക്ഷന് അത് തന്നെ, അതായത് ഇപ്പൊ റൈറ്റ് ഓഫ് എക്സ്, ഈ എക്സിനെ T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷന് റീഡോ റൈറ്റോ ചെയ്യാൻ പറ്റത്തില്ല അണ്ടിൽ T1 കമ്മിറ്റ്. ഇപ്പൊ ഇവിടെ T1 റൈറ്റ് ഓഫ് എക്സ് ചെയ്തു, എന്നിട്ട് അത് കമ്മിറ്റും ചെയ്തു. T1 റൈറ്റ് ഓഫ് എക്സ് ചെയ്തു, പിന്നെ ഇത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് T2ന്റെ റീഡ് ഓർ റൈറ്റ് ഓഫ് എക്സ് വന്നത്. അതാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ. ഓക്കെ, അതോർത്താം.